ഹലോ, ഒന്ന് പുറത്ത് പോയാലോ? എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് കടലുണ്ടിയാണ്. ഒരു ബോട്ടിങ്ങിനാണ് പോകുന്നത്. ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. ഒരു മണിയൊക്കെ ആകുമ്പം അവിടെ എത്തിപ്പാട് ആദ്യം ഫുഡാണ് കഴിച്ചത്. നല്ല ലാവിഷ് ആയിട്ടുള്ള സീ ഫുഡായിരുന്നു. കപ്പയും ചോറും കരിമീനും ചെമ്മീനും ഞണ്ടും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഏകദേശം 2 മണിക്കാണ് നമ്മുടെ ബോട്ടിങ്. കറക്റ്റ് 2 മണിക്ക് തന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ്. ഇവിടുത്തെ പ്രത്യേകത നിറയെ കണ്ടൽക്കാടുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റിസർവ് ഏരിയ ആയതുകൊണ്ട് മോട്ടർ വെച്ചിട്ടുള്ള ബോട്ട്സ് ഒന്നും പോവില്ല. തുഴഞ്ഞ് തന്നെ പോകണം. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടുള്ള ബോട്ട് റൈഡാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് നല്ല വെയിലായിരിക്കും, ബോട്ടിങ്ങിനൊന്നും പോകാൻ രസം ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നല്ല കാറ്റായിരുന്നു. ഇവിടെ തന്നെ കുറേ ടൈപ്പ് കണ്ടൽക്കാടുകളുണ്ട്. അതിൽ ഒരു ടൈപ്പ് ഇവരെല്ലാം കുറേ വർഷങ്ങൾക്ക് മുന്നേ വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ അതിൽ നിന്ന് സീഡൊക്കെ വീണ് നിറയെ അവിടെ കാട് പോലെയായി. പോകുന്ന വഴി നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ പോകുമ്പോൾ നീർനായനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും അത് മുങ്ങിപ്പോയി. ഈ കാണുന്ന ഒരുവിധം എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ബോട്ടിങ്ങിൽ പോകാൻ പറ്റും. നമുക്ക് നല്ല ഭംഗിയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കാടിനുള്ള പല സ്പോട്സിനും അവർ നമുക്ക് നിർത്തിത്തരും. നല്ല ഭംഗിയുള്ള കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റി. ഭയങ്കര ഭംഗിയാണ് ഇതിലെ പോകുന്ന സമയത്ത്. അങ്ങനെ ഏകദേശം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു നടുഭാഗമൊക്കെ എത്തിയ സമയത്ത് ഒരു വള്ളത്തിലൊരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കഴിക്കാനും കുടിക്കാനുമുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും സർവത്തും ഉപ്പിലിട്ടതെല്ലാം വാങ്ങി കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ബോട്ട് റൈഡ് 2 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. കടലുണ്ടി ഐലൻഡ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഫുഡും ബോട്ട് റൈഡും എല്ലാം. വീക്കെൻഡ്സിലൊക്കെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടെല്ലാം വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറും ലൊക്കേഷനും എല്ലാം ഞാൻ താഴെ പിൻ ചെയ്ത് വെക്കാം. വേണ്ട ആളുകൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ 2 മണിക്കൂർ ബോട്ട് റൈഡ് എല്ലാം കഴിഞ്ഞ് കറക്റ്റ് 4 മണിക്ക് ഞങ്ങൾ തിരിച്ചെത്തി. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. നല്ല രസമായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.